ഹായ് ട്രേഡ് ടോക്സ് ഫാമിലി. നമ്മളൊരു പുതിയൊരു വീഡിയോയിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കറെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങളൊരു പക്ഷെ വിചാരിക്കാം, ഞാൻ എത്ര ബ്രോക്കേഴ്സിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്, ഇത്രയും ബ്രോക്കേഴ്സിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. സോ ഉറപ്പായിട്ടും നമ്മൾ ഏറ്റവും മികച്ച ബ്രോക്കറിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന യാത്രയിലാണ്. സോ ഇപ്പോൾ നമുക്ക് ഒരു മികച്ച ബ്രോക്കറെ കൂടി കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലാസ്റ്റ് ലൈവ് ട്രേഡിങ്ങിലെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തിയ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ബ്രോക്കർ ഇൻ്റർഫേസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ഓടിച്ചാടിച്ചെന്ന് നിങ്ങൾ അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണുക. ഈ ഇൻ്റർഫേസ് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുക എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മികച്ച ബ്രോക്കർ ഏതാണെന്ന് എന്നോട് ആര് ചോദിച്ചാലും ഒരു ഡൗട്ടും ഇല്ലാതെ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത് സെറോദ എന്നുള്ളൊരു നെയിമാണ്. പക്ഷെ സെറോദയ്ക്ക് എന്താണ് ഒരു പ്രോബ്ലം? ഓപ്ഷൻ സെല്ലർക്കുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ട്? ഫാർ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ ബൈ നമുക്ക് കിട്ടില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള മാർജിൻ ബെനിഫിറ്റ് എനിക്ക് ലഭിക്കില്ല എന്നുള്ളൊരു പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ അതർ ബ്രോക്കേഴ്സിനെ പരിചയപ്പെടുത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾ ടച്ച് ബ്രോക്കിങ്ങും അതുപോലെ തന്നെ ഏഞ്ചൽ ബ്രോക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സോ ടച്ച് ബ്രോക്കിങ്ങിലും ഏഞ്ചൽ ബ്രോക്കിങ്ങിലും ഒക്കെ എന്താണ്, അതിനേക്കാൾ മികച്ച ഒരു ഇൻ്റർഫേസ് നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിലുണ്ട്. സോ നമ്മുടെ ആൽഗോ ട്രേഡിങ്ങിന് ഓൾറെഡി നമ്മൾ നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടാണ്. പക്ഷേ മാനുവൽ ട്രേഡിങ്ങിൽ നമുക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് പോവുകയാണെങ്കിൽ സെറോദ നമുക്ക് തരുന്ന എല്ലാ ഇൻ്റർഫേസോടുകൂടി ഒരു സെറോദ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഡിറ്റോ ഫേസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവർക്കിടെ EXE ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സോ ഈ ഒരു ബ്രോക്കറെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബാംഗ്ലൂർ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഓപ്ഷനബിൾസ് ആണ്. ഉറപ്പായിട്ടും ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഈ ഒരു ഇൻ്റർഫേസിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ ബ്രോക്കറിനെ കൃത്യമായിട്ട് അറിയിച്ച് ആ ഒരു അപ്ഡേറ്റ്സ് ഈ ബ്രോക്കർ നമുക്ക് ചെയ്ത് തരുന്നതുമുണ്ട്. സോ നമ്മുടെ ക്ലയൻസിനോ അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഓപ്ഷനബിൾസ് ഒത്തിരി ഫീഡ്ബാക്ക് ഓൾറെഡി കൊടുത്ത അപ്ഡേറ്റ്സ് ഓൾറെഡി ആ ഒരു EXE ഫയലുണ്ട്. സോ ഇതുപോലെ തന്നെ ഇവർക്കുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു ഫെമിലറൈസേഷൻ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഓൾറെഡി വെബ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ലൈവ് സെക്ഷൻസ്, വ്യാഴാഴ്ചകളിലുള്ള ലൈവ് സെക്ഷൻസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു EXE ഫയലിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു 20 മിനിറ്റോളമുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ്. നിങ്ങളൊരു സീരിയസ് ട്രേഡർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. ആ ഒരു ഇൻ്റർഫേസ് എങ്ങനെ A to Z നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് പഠിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് ഓൾ, ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ വെബല്ല നമ്മുടെ ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മൾ EXE ഫയൽ എന്നൊക്കെ പറയും. ഇത് എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ ബ്രോക്കറിൻ്റെ വെബ്സൈറ്റിൽ കയറുക. ഫസ്റ്റ് സ്റ്റോക്കിൽ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ നേരെ വെബ്സൈറ്റിൽ കയറുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഫസ്റ്റ് സ്റ്റോക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ വെബ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ. ഇതാണ് അവർക്കിടെ നമ്മുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് ഞാൻ ഓൾറെഡി നമുക്ക് ലൈവിൽ 2-3 പ്രാവശ്യം നിങ്ങളെ കാണിച്ചു തന്നിരുന്നതാണ്. നമുക്ക് ബ്രോക്കറേജ് കാൽക്കുലേറ്റർ, മാർജിൻ കാൽക്കുലേറ്റർ, പ്രൈസസ് ആൻഡ് ഓൾ ചാർജസ് എല്ലാം ഇവിടെ പബ്ലിക്ലി അവർ കാണിക്കുന്നുണ്ട്. സോ ഡൗൺലോഡ് ആപ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് EXE ഫയൽ. സോ അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ പറയുന്ന ഡെസ്ക്ടോപ്പ് EXE ഫയൽ നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടാണ് ഡെസ്ക്ടോപ്പ് EXE ഫയൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്? അത് യൂസ് ചെയ്യാനായിട്ട് പറയുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വെറും 15 മില്ലി സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് എക്സിക്യൂഷൻ നടക്കും, നിങ്ങളുടെ ഒരു ട്രേഡിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നതാണ്. സോ മറ്റേതൊരു ബ്രോക്കറിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ഹൈ സ്പീഡിൽ കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റുകൾ നമ്മൾക്ക് തരുന്ന ഒരു ബ്രോക്കറാണ്. എൻ്റെ യൂസർ ചെയ്ത ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഓപ്ഷനബിൾസിൻ്റെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്താലും അവരും ഹൈ വോളിയം ട്രേഡ്സ് ചെയ്യുന്ന ഒരു ടീമാണ് ഓപ്ഷനബിൾ. അവർക്കും വളരെ ഹെവി സ്പീഡിൽ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേതൊരു ബ്രോക്കറിലും
100 മുതൽ 200 മില്ലി സെക്കൻഡ്സ് വരെ ഒരു ഓർഡർ എക്സിക്യൂഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കുന്നത് വെറും 15 മില്ലി സെക്കൻഡ്സ് മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ EXE ഫയൽ ഫെമിലറൈസേഷനിലേക്ക് പോകാം. സോ മേജർലി നമുക്ക് കാണുന്ന ഈ മുകളിൽ കാണുന്ന മാർക്കറ്റ്, ട്രേഡിംഗ് സിസ്റ്റം, ഇത് മൂന്നുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് വെബ് ലിങ്ക്സ് ഉണ്ട്, ഫണ്ട് ആഡ് ചെയ്യാം, ഫണ്ട് ആഡ്, റിപ്പോർട്ട്സ് ജനറേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വെബ് ലിങ്ക്സ് ഉണ്ട്. ഹെൽപ്പ് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ആവശ്യം വരാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാർക്കറ്റിലേക്ക് പോവാം. മാർക്കറ്റിൽ നമ്മൾ ഫസ്റ്റ് വൺ യൂസ് ചെയ്യുന്ന ഏതാണ്? ഗ്രൂപ്പ്സ് ആണ്. നമുക്ക് നോർമലി നമ്മൾ പറയുന്ന നമ്മുടെ മാർക്കറ്റ് വാച്ചിനെയാണ് നമുക്ക് ഗ്രൂപ്പ്സ് എന്ന് പറയാൻ പറ്റുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. സുനിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൽ നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെയാണ് എൻട്രി ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മൾ ഗ്രൂപ്പ്സിൽ വരാം. ഇനിയും സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു വിൻഡോ ഉണ്ട്. ഇത് നമുക്ക് എപ്പോഴും ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏത് പ്രോസസ്സിലാണെങ്കിലും, ഇപ്പോൾ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് വിൻഡോ മിനിമൈസ് ചെയ്തു വേറെ എന്തെങ്കിലും എടുത്തു എന്ന് വിചാരിക്കും, അപ്പോഴും ഈ ഒരു ചെറിയൊരു വിൻഡോ നമുക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റി എവിടെ എത്തി, ബാങ്ക് നിഫ്റ്റി എവിടെ എത്തി, ഇന്ത്യ വിക്സിൽ എന്ത് ചേഞ്ച് ഉണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വിൻഡോയിൽ ഒരു നമ്മുടെ ട്രേഡിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് തിരിച്ച് EXEയിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ഫൈൻ, ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം ടെമ്പററി ആയിട്ട്. സോ നമ്മൾ അടുത്ത സ്പോട്ട് എന്താ, ഇൻഡെക്സ് വാച്ചാണ്. ഇൻഡെക്സ് വാച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഡെക്സുകളും ഇപ്പോൾ എവിടെ എത്തി, ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 50, ഇൻഫ്രാറി, ഏത് ഇൻഡെക്സുകൾ 500, ബാങ്ക് നിഫ്റ്റി, ഇതിൻ്റെയൊക്കെ കറണ്ട് എവിടെ എത്തി, പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് മാർക്കറ്റ് ടൈമിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമുക്ക് പുതിയ ഇൻഡെക്സുകളെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സലിലേക്ക് നമ്മുടെ ഈ പറയുന്ന ഡേറ്റനെ എക്സ്പോർട്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ ഫൈൻ, ഇതൊരു മേജർ യൂസ് അല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇനി അടുത്തത് എന്താണ്, ഓപ്ഷൻ ചെയിനാണ്. നമുക്ക് വളരെ പെർഫെക്റ്റ്ലി ഓപ്ഷൻ ചെയിൻ ഇവിടെ വിസിബിൾ ആണ്. നമുക്ക് ഏതിൻ്റെയാണ് വേണ്ടത്, നിഫ്റ്റിയുടെ ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ നമുക്കിവിടെ വിസിബിൾ ആണ്. ഏത് ഡേറ്റ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുത്ത് ഓപ്ഷൻ ചെയിൻ നമുക്ക് ഇവിടെ വിസിബിൾ ആണ്. ഡെപ്ത് എത്ര ഡെപ്ത് വേണം, 10 വേണോ 10? ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എൻഡിലേക്കും എത്ര ഡിസ്റ്റൻസ് ഞാൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിങ്ങൾ കാണുന്നത്. സോ ഈ ഒരു ഡെപ്ത് ഉൾപ്പെടെ എന്തൊക്കെയാണ് ഇവിടെ മുകളിൽ സെറ്റ് ചെയ്യേണ്ടത് എന്നുൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, മാർക്കറ്റ് ഡെപ്ത് ഉൾപ്പെടെ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് മാത്രം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബൈയും സെല്ലും ചെയ്യാൻ സാധിക്കും. സോ ബൈ എന്താണ്, നമ്മുടെ ഓർഡറിൻ്റെ സിമ്പിളസ്റ്റ് ഫോം F1 എന്ന് പറയുന്നതാണ് ഷോർട്ട് കട്ട്. സോ ബിഡ് ഓർഡർ ആണ്. നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വെറുതെ മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഇത് ബിഡ് ആയതുകൊണ്ട് തന്നെ സെൽ ഓർഡർ വന്നു. ദെൻ ആസ്കിലാണ് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിലോ ബൈ ഓർഡർ വരും. സോ ഓപ്ഷൻ ചെയിനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈയും സെല്ലും ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഓക്കെ ഫൈൻ. ദെൻ മാർക്കറ്റ് സ്റ്റാറ്റസ്, സ്ക്രിപ്റ്റ് അലേർട്ട്, ഓരോ സ്ക്രിപ്റ്റിനും എവിടെ എത്തി, ഇന്ന റേറ്റിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാൻ പറ്റും, അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡേ ഉണ്ട്, GTT ഉണ്ട്. സോ ഇന്നല്ല അടുത്ത ദിവസമാണ് അത് ആ ഒരു ലെവൽ വിട്ട് മുകളിലോട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്ന് അലേർട്ട് കിട്ടുന്ന രീതിയിൽ കണ്ടീഷൻ വെച്ച് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ, അതായത് മാർക്കറ്റ് 100ന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വേണം, അല്ല ഇന്ന സ്റ്റോക്ക് 100 താഴെ പോയി കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വേണം. ഇങ്ങനെ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം അവിടെ വെക്കാനായിട്ട് സാധിക്കും. സോ ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതാണ് ചാർട്ടിൻ്റെ വിൻഡോ. ചാർട്ടിൻ്റെ വിൻഡോയിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ കാണുന്ന അതേ ഒരു സിംപ്ലിസിറ്റിയോട് കൂടി എന്ത് അവൈലബിൾ ആണ്, നിങ്ങൾക്കിവിടെ ചാർട്ട് അവൈലബിൾ ആണ്. ഈ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിബൊനാച്ചി, ദെൻ എല്ലാ ടൂൾസും നിങ്ങൾക്ക് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ്, ട്രെൻഡ് ലൈൻ, ഇതെല്ലാം നിങ്ങൾക്ക് എന്തുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഇത്രയും വലിയൊരു ഇൻഡിക്കേറ്റർ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഇൻഡിക്കേറ്റർ ലിസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ ഫൈൻ. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ട്രേഡർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അടുത്ത ഒരു വിൻഡോ എന്ന് പറയുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു വിൻഡോ ആണ്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം നമുക്ക് ട്രേഡിങ്ങിലേക്ക് പോകാം. ട്രേഡിങ്ങിൽ ഫസ്റ്റ് വൺ എന്താണ്, നോർമൽ ഓർഡർ, സ്പെഷ്യൽ ഓർഡർ. സ്പെഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറോദയിലൊക്കെയുള്ള GTT ഓർഡേഴ്സിനെയാണ് നമ്മൾ സ്പെഷ്യൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ബാസ്ക്കറ്റ് ഓർഡർ. അടുത്തെന്താണ്, ഓർഡർ ബുക്കാണ്. ഓർഡർ ബുക്ക്, നിങ്ങൾക്ക് ഓർഡർ ബുക്ക് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഒന്നും ആർക്കും ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം പോലുമില്ല. ദെൻ നെക്സ്റ്റ് എന്താണ്, ട്രേഡ് ബുക്ക്.
ദെൻ നെറ്റ് പൊസിഷൻ ബുക്ക്, ദെൻ നമ്മുടെ ഹോൾഡിങ്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ദെൻ പൊസിഷൻ ബുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. ഡേ വൈസും നെറ്റ് വൈസും, അതായത് ഇന്ന് മാത്രം ചെയ്ത പൊസിഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ നെറ്റ് വൈസ് ടോട്ടൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൊസിഷൻസ് കാണാൻ പറ്റും. സോ പൊസിഷൻ ബുക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് പൊസിഷൻ കൊടുത്താലാണ് കൃത്യമായിട്ട് എന്ത് വരിക, നമ്മുടെ കയ്യിലിരിക്കുന്ന പൊസിഷൻസിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്ന പൊസിഷൻസ് ആണ്. ഗെറ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ലോഡായിട്ട് വന്നിരിക്കുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നമ്മുടെ ഒരു ബൈ ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് നോർമൽ ഓർഡർ നമുക്ക് യൂസ് ചെയ്യാം. നോർമൽ ഓർഡർ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, F1 എന്ന് പറയുന്ന നോർമൽ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ഷോർട്ട് കട്ട് യൂസ് ചെയ്തപ്പോഴാണ് ഇവിടെ വന്നത്. സോ ഈ 3 ബട്ടൺ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് താഴെ തന്നെ മാർക്കറ്റ് ഡെപ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, മാർക്കറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. സോ മാർക്കറ്റ് ഡേ അല്ലാത്തതുകൊണ്ടാണ് അത് അവിടെ ഓൺ അല്ലാത്തത്. സോ ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് NFO ആണോ BSE ആണോ NSE ആണോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കാണ് ചെയ്യേണ്ടത് എങ്കിൽ NFO ആണ് അല്ലേ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ലിമിറ്റ് ഓർഡർ ആണോ, ഇല്ല മാർക്കറ്റ് ഓർഡർ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഓർഡറിൽ മാത്രമാണ് നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ഓൺ ആകുക. ലിമിറ്റ് ഓർഡറിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. മാർക്കറ്റ് ഓർഡർ ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്ത് ടൈപ്പ് ചെയ്യാം, 0.1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ 0.1% ഉള്ളിൽ എന്ത് പറ്റും, നമ്മുടെ എൻട്രി കിട്ടും. സോ ആ എൻട്രി കിട്ടിയില്ലെങ്കിൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവത്തില്ല. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ലിപ്പേജസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് സാധിക്കും. സോ ഇവിടെ എന്താണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇവിടെ എത്ര നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് നിങ്ങൾക്ക് അടിക്കേണ്ടത്, ദെൻ എന്താണ് റെഗുലർ പ്രോഡക്റ്റ് ഏതാണ്, റെഗുലർ ആണോ ഇൻട്രാഡേ ആണോ. സോ മാർജിൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആരും ഇൻട്രാഡേയിലേക്ക് പോകാറൊന്നുമില്ല എന്ന് തോന്നുന്നു. സോ എൻ്റെ ഒരു ക്ലയൻറ്റ് ID നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓർഡർ മാർജിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഓർഡറാണ്, ടോട്ടൽ എത്ര ക്യാഷ് ഉണ്ട്, ഈ ഒരു ഓർഡറിന് എത്ര മാർജിൻ ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് നമ്മളിപ്പോൾ ബൈ ഓർഡർ ആണ് കണ്ടത്. ഇനി നമുക്ക് എന്ത് കാണണം, സെൽ ഓർഡറിലേക്ക് പോകണം. ഓക്കെ, സെൽ ഓർഡറിലേക്ക് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഈ ഓർഡറിൻ്റെ ഡ്യൂറേഷൻ ചോദിക്കുന്നുണ്ട്, മാർക്കറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് നേരെ സെൽ ഓർഡറിലേക്ക് പോകാം. സെൽ ഓർഡർ ഇതുപോലെ തന്നെയാണ്. മാർക്കറ്റ് ഓർഡറിൽ F2 ആണ് നമ്മുടെ സെൽ ഓർഡർ. F1 ഏതാണ്, ബൈ ഓർഡർ ആണ്. F2 നമ്മുടെ സെൽ ഓർഡർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ സെൽ ഓർഡർ നിങ്ങൾക്ക് കാണാം. മാർജിൻ എത്ര വേണം എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ സെൽ ആയതുകൊണ്ട് തന്നെ മാർജിൻ നമുക്ക് 1 ലക്ഷം രൂപയുടെ മാർജിൻ ഇവിടെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാസ്ക്കറ്റ് ഓർഡറിലേക്ക് പോകാം. ഇവിടെ നിന്ന് മാത്രമല്ല നിങ്ങൾക്ക് ബൈയും സെല്ലും ചെയ്യാൻ പറ്റുന്നത്, ഓപ്ഷൻ ചെയിനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ചെയിനിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ബിഡ് ഓർഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലും, ആസ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബൈയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ആസ്ക് എന്ന് പറഞ്ഞാൽ വാങ്ങുക, ചോദിക്കുകയാണ്. ബിഡ് എന്ന് പറഞ്ഞാൽ വിൽക്കാനായിട്ട് തയ്യാറാക്കുകയാണ്. സോ അത് തന്നെ നിങ്ങൾക്ക് പുട്ടിലും കോളിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ ചെയിനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനിയും ഒരു സ്ഥലത്തുനിന്ന് കൂടി നിങ്ങൾക്ക് ഓർഡേഴ്സിന് ഇടാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ചെയ്ത ഒരു ഓർഡർ ബുക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓർഡറിനെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത ഓർഡറിന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ ഫൈൻ, അത്തരം കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ദെൻ നിങ്ങൾക്ക് അടുത്തത് സ്പെഷ്യൽ ഓർഡർ ആണ്. സ്പെഷ്യൽ ഓർഡർ ഇപ്പോൾ ഓൾറെഡി ആക്ടിവേറ്റഡ് അല്ല. നെക്സ്റ്റ് മന്തോടുകൂടി നിങ്ങൾക്ക് GTT ഓർഡർ ഈ ഒരു EXE ഫോർമാറ്റിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ ചെയിൻ ആണ്. ഓപ്ഷൻ ചെയിൻ അല്ല, സോറി, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ബാസ്ക്കറ്റ് ഓർഡർ ആണ്. ബാസ്ക്കറ്റ് ഓർഡർ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ കൺട്രോൾ B ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ ബാസ്ക്കറ്റ് ഓർഡർ വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഏതിലാണ് നമ്മൾ ബൈ ആണോ സെല്ലാണോ ചെയ്യുന്നത്, നമ്മൾ സെല്ലാണ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്ട്രാഡിലാണ്, എങ്ങനെ ഒരു സ്ട്രാഡിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബാസ്ക്കറ്റ് നമുക്ക് വേണ്ടത് നിഫ്റ്റിയാണ്. നിഫ്റ്റി നമ്മൾ സെലക്ട് ചെയ്യുന്നു. കോൾ ആണല്ലോ നമുക്ക് ആദ്യം സെല് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് നമുക്ക് 17,400 സ്ട്രാഡിലാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കും. 17,400 സെലക്ട് ചെയ്യുന്നു. കോൾ ഓപ്ഷൻ ആണല്ലോ. എക്സ്പയറി 21, ഡേ ഡ്യൂറേഷൻ. ദെൻ നമ്മുടെ ലിമിറ്റ് ഓർഡർ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, മാർക്കറ്റ് ഓർഡർ ആണ്. അതിനുശേഷം മാർക്കറ്റ് പ്രൊട്ടക്ഷൻ വയ്ക്കുക 0.1. അപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ എഫക്റ്റിൽ നമുക്ക് ഓർഡർ
എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ എത്ര ലോട്ട് വേണം? എനിക്കൊരു 500 വേണ്ട, ഒരു 1000 ലോട്ട് വേണം എന്ന് വിചാരിക്കുക. 100 ലോട്ട് മതി. 100 1000 ലോട്ട് ഞാൻ ഒന്നിച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അതിനെ ആ ഒരു ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ബാസ്ക്കറ്റിൻ്റെ മാർജിൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അതിനെ ഇവിടെ ആഡ് ചെയ്യുന്നു. ഇതിനുശേഷം എനിക്ക് എന്ത് ചെയ്യണം? സ്ട്രാഡിലാണ് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോഡ് മാറ്റി പുട്ടാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ആ ക്വാണ്ടിറ്റി എനിക്ക് മോഡിഫൈ ചെയ്യാം. ആ ക്വാണ്ടിറ്റി എനിക്ക് എത്ര വേണം? 1000 തന്നെ കീപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, മോഡിഫൈ ചെയ്തു. ആ ഒരു ഓർഡറിനെ ഞാൻ മോഡിഫൈ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ക്യാപിറ്റലുണ്ട്. ഇപ്പോൾ 1 കോടി ഒരു 50 ലക്ഷം കൊണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഓർഡേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലേസ് ബാസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡർ സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ആവും. ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 സെക്കൻഡ് മതി ഇത്രയും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. സോ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിലും മാർക്കറ്റ് പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് ഓർഡർ എഫക്റ്റിൽ ഈ ഓർഡേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാസ്ക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഒരു പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്തിട്ട് എഗെയിൻ പ്ലേസ് ബാസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എഗെയിൻ എക്സിക്യൂട്ട് ആവുന്നതാണ്. സോ നിങ്ങൾക്ക് റീസെറ്റ് കൊടുത്ത് ക്ലിയർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നോ അടിച്ചു കഴിഞ്ഞാൽ ആ ബാസ്ക്കറ്റ് റീ എക്സിക്യൂട്ട് ആവും, ഒന്ന് റീസെറ്റ് ആവും. ദെൻ പ്ലേസ് ബാസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാസ്ക്കറ്റ് എഗെയിൻ അപ്പം തന്നെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രാഡിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, മൾട്ടിപ്പിൾ ക്യാപിറ്റലിൻ്റെ സ്ട്രാഡിൽസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ എ സെക്കൻഡിൽ 1000 സ്ട്രാഡിൽസ് നിങ്ങൾക്ക് മില്ലി സെക്കൻഡ്സിൽ തന്നെ നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അടുത്തത് എന്താണ്? ബാസ്ക്കറ്റ് ഓർഡർ കഴിഞ്ഞ് ഓർഡർ ബുക്കിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ട്രേഡ് ബുക്ക്, നെറ്റ് പൊസിഷൻസ് ഒക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ എന്താണ്? സിസ്റ്റമാണ്. ട്രേഡ് റിപ്പോർട്ടാണ്. അഡ്മിൻ മെസ്സേജസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രേഡ് റിപ്പോർട്ടാണ്. സോ ട്രേഡ് റിപ്പോർട്ട്സ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സലിലേക്ക് മാറ്റാനും ഓരോ ദിവസം നിങ്ങൾ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ്സ് ലോസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റുന്ന രീതിയിലാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ റിപ്പോർട്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട്സ് എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. റിപ്പോർട്ടെല്ലാം ചേർത്തിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ വീണ്ടും ചെയ്യുന്നതാണ്. സോ ഒരു ബേസിക് ഈ ഒരു ഇൻ്റർഫേസ് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തത്. സോ ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾ കാണുക, എത്ര അടിപൊളിയായിട്ടാണ് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഏതൊരു ബ്രോക്കർ യൂസ് ചെയ്തതിനേക്കാളും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഈ EXE ഫയലുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റി. ടോപ്പിൽ തന്നെ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇന്ത്യ വിക്സിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അതുമാത്രമല്ല, ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഒരു മാർക്കറ്റ് ഫ്ലോട്ട്, സ്പോട്ട് റേറ്റ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാനും മാർക്കറ്റിൻ്റെ കറണ്ട് പൊസിഷൻസ് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. സോ സെൻസിബിൾ ഇതിൻ്റെ അകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി സെൻസിബിൾ ഇൻറ്റഗ്രേറ്റഡ് അല്ല എന്നും വിത്തിൻ 2 months നമുക്ക് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തരാമെന്നുമാണ് ഇതിൻ്റെ ഓണർ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പിലുള്ള സജഷൻസ്, ഇംപ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് കമൻ്റ് ആയിട്ട് എടുക്കാൻ നമുക്ക് ഈ ബ്രോക്കറായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടോപ്പ് ലെവൽ എംപ്ലോയീസ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർജിൻസിനെ പ്ലെഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ പ്ലെഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഒരു ബ്രോക്കർ. ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിയർലി 2 months ആയിട്ടുള്ളൂ. 2 months വളരെ അടുത്ത കാലത്താണ് ഇത്ര നല്ലൊരു ബ്രോക്കറിനെ എനിക്ക് കിട്ടിയത്. വേറെ പല ബ്രോക്കേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഒരു 70%, 60% സാറ്റിസ്ഫാക്ഷനിലാണ് ഞാൻ പല ബ്രോക്കേഴ്സിനും. ഏറ്റവും കുറവ് ബ്രോക്കറേജും ഏറ്റവും മികച്ചൊരു ഇൻ്റർഫേസും. അതാണ് ഈ ഒരു ബ്രോക്കറിനെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് മേജർ റീസൺ ആയിട്ടുള്ളത്. സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ടീമായിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബ്രോക്കറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ ഞാൻ നിങ്ങൾക്ക് വരാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.